വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. സോ മക്കൾ എല്ലാവരും LSSനുള്ള തയ്യാറെടുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ മുമ്പിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ LSS എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ ചോദ്യം ഇതാണ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ബേർഡ്. അല്ലെ, അപ്പൊ ഈ പറയുന്ന ആളുകളെ എന്താണ്, ഈ പറയുന്ന പ്രസ്താവനകളെയൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആളെ കണ്ടുപിടിക്കണം. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ് ഈസ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ്, പറക്കാൻ പറ്റാത്ത പക്ഷിയാണ്. ഇറ്റ് ലേസ് എഗ്സ് ഇൻ ബറോസ്, അല്ലെ, മാളങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, മുട്ടയിടുന്നത്. ഇറ്റ് ഹാസ് ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ, ഏറ്റവും കൂടുതൽ എന്തുണ്ട്, ആയുസ്സുള്ള പക്ഷിയാണ്. ഇറ്റ് ഹൈഡ്സ് ഇറ്റ്സ് ഹെഡ് വെൻ എനിമീസ് അറ്റാക്ക്, അല്ലെ, ആക്രമിക്കപ്പെടുമ്പോൾ തല എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് ഒളിച്ചു വെക്കുന്നു. അപ്പൊ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ LSS ഓറിയന്റഡ് ആയിട്ട് പഠിച്ചൊരു കുട്ടിക്ക് മനസ്സിലാവും നമ്മുടെ ഉത്തരം എന്താണ്, ഒട്ടകപ്പക്ഷി അല്ലെങ്കിൽ ഓസ്ട്രിച്ച് ആണ്. സോ അത് കൃത്യമായിട്ട് നമുക്ക് എഴുതാൻ പറ്റണം അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. എന്താണ്, എമംഗ് ദ ഫോളോയിങ് ഗ്രൂപ്പ്സ് ഓഫ് ബേർഡ്സ് വൺ സെറ്റ് ഓഫ് ബേർഡ്സ് കനോട്ട് ഫ്ലൈ ഐഡന്റിഫൈ എന്നാണ്. അതായത് ഈ തന്നിരിക്കുന്നതിൽ ഏതോ ഒരു സെറ്റ് പക്ഷികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ കൃത്യമായിട്ട് എന്റെ മക്കള് ഓപ്ഷൻസ് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് പറക്കാൻ പറ്റാത്ത ഒരു കൂട്ടം പക്ഷികൾ എന്ന് പറയുന്നത്. ഇതാ നോക്കിയേ, നിങ്ങൾ ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് ഓപ്ഷൻ ഡി ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, ആരൊക്കെ ഉണ്ട് അതിനകത്ത്. ഓസ്ട്രിച്ച് ഉണ്ട്, എമു ഉണ്ട്, പെൻഗ്വിൻ ഉണ്ട്, കിവി ഉണ്ട് അല്ലെ. ഇവരുടെ 4 പേരുടെയും പ്രത്യേകത എന്താണ്, ഇവർക്ക് 4 പേർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. സോ ആ ഒരു പേര് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. അപ്പൊ ഓസ്ട്രിച്ച് ആയിക്കോട്ടെ, ഒട്ടകപ്പക്ഷി ആയിക്കോട്ടെ, എമു ആയിക്കോട്ടെ, പെൻഗ്വിൻ ആയിക്കോട്ടെ, കിവി ആയിക്കോട്ടെ, ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഐഡന്റിഫൈ ദ ബേർഡ്. അല്ലെ, കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ വായിച്ചിട്ട് ഏതാണ് പക്ഷി എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, ലെഗ്സ് വിത്ത് ക്ലോസ് ടു ഹെൽപ്പ് എന്താണ്, ക്ലിങ് ടു വുഡ്. അല്ലെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മരത്തിൽ പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നഖങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബീക്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട് സഹായിക്കുന്നു, ഭയങ്കരമായിട്ട് ആഞ്ഞു കൊത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ആൻഡ് സ്ട്രോങ് ടെയിൽ ഫെദേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് സ്ട്രിക് ടു അപ്രൈറ്റ് ട്രീസ്. അല്ലെ, അപ്പൊ എന്ത് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, മരത്തിൽ ഇങ്ങനെ കുത്തനുള്ള മരമായിരിക്കും അല്ലെ, അപ്പൊ ഇങ്ങനെ കുത്തി നിൽക്കാൻ സഹായിക്കുന്ന വാലോട് കൂടിയിട്ടുള്ള ഒരു പക്ഷിനെ പറ്റിയാ പറയുന്നേ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻസ് ഒന്നും വേണമെന്നില്ല. സംഭവം ഉത്തരം എന്താണ്, നമ്മുടെ വുഡ് പെക്കർ അല്ലെങ്കിൽ മരം കൊത്തിയാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി വുഡ് പെക്കർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ വുഡ് പെക്കറുടെ അഡാപ്റ്റേഷൻസ് ഒക്കെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സാംസിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഈഗിളിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആൻഡ് അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്, ട്രൂ ഓർ ഫോൾസ് അല്ലെ. യെസ്, ഓരോന്നും എന്താണ്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കണം അല്ലെ. എന്താണ്, കുക്കു ലേസ് എഗ്സ് ഇൻ ദ ക്രോസ് നെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കുയില് കാക്കക്കൂട്ടിലാണ് മുട്ടയിടാറ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. അടുത്ത എന്താണ്, ഗോൾഡൻ ഓറിയോൾ ആൻഡ് നാഗമോഹൻ ആർ ദ ബേർഡ്സ് ദാറ്റ് വിസിറ്റ് കേരള. യെസ്, മഞ്ഞക്കിളിയും നാഗമോഹനും എന്താണ്, വിരുന്നു വരുന്ന പക്ഷികൾ. നമ്മൾ പഠിച്ചില്ലേ, മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെ, ദേശാടന കിളികളാണ്. അപ്പൊ അതും എന്താണ്, യെസ് കറക്റ്റ് ആണ്. പെൻഗ്വിൻ ഈസ് എ ബേർഡ് ബട്ട് കനോട്ട് ഫ്ലൈ. യെസ്, പെൻഗ്വിൻ ഒരു പക്ഷിയാണ്, പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല. അതും എന്താണ്, ശരിയാണ് അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ 3 പ്രസ്താവനകളും എന്താണ്, കറക്റ്റ് ആണ്. ഓരോന്നും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3ഉം കറക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ 4മത്തെ നോക്കാം നമുക്ക്. കിങ് ഫിഷർ മേക്സ് ഇറ്റ്സ് നെസ്റ്റ് ഓൺ ട്രീസ്. പൊന്മാൻ മരത്തിൽ കൂട് വെക്കുന്നു. അപ്പൊ പൊന്മാൻ എന്ത് ചെയ്യാറില്ല, മരത്തിലല്ല എന്ത് ചെയ്യുന്നത്, കൂട് വെക്കുന്നത് അല്ലെ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. ഈ ഒരു പൊന്മാന്റെ കാര്യം മാത്രം എന്തായി പോയി, മരത്തിൽ കൂട് വെക്കുന്നു എന്ന് പറയുന്നത് മാത്രം എന്തായി പോയി, റോങ് സ്റ്റേറ്റ്മെന്റ് ആയി പോയി. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. അപ്പൊ പക്ഷികളുടെ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ചെറിയ ചാപ്റ്റർ ഒക്കെ ആണെങ്കിലും ഒരുപാട് LSS ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ അതനുസരിച്ച് വേണം നമുക്കത് എന്ത് ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, LSS പഠിക്കാനായിട്ട് ഇനി നമുക്ക് എന്തില്ല, ടൈം ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ക്ലാസ് 4ലുള്ള എല്ലാം കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രാണ ബാച്ചിനെ പറ്റി. ഇപ്പൊ പ്രാണ ബാച്ചിൽ ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, വിദ്യാരംഭം ഓഫർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് കൂടെ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യാം, ഈ അവസരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. 4ാം ക്ലാസ്സും LSS ഒക്കെ സൂപ്പർ ആയിട്ട് നമുക്ക് പഠിക്കണം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വിവരം കൂടെ അവരുടെ അടുത്തൊക്കെ നിങ്ങൾ പറയാം. അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.